സിദ്ദിഖ് സാറ് വരുന്നുണ്ട്. സാർ അന്ന് നമ്മളോട് പറഞ്ഞൊരു വാക്കാണ്, ഞാൻ ഉറപ്പായിട്ടും പങ്കെടുക്കാമെന്നുള്ളത്. എന്നെപ്പോലെ വലിയ അത്ര ആവേശമൊന്നും ഇല്ലാതിരുന്ന ഞങ്ങളെ ഒരുപാട് ആവേശത്തിലാക്കിയത് സാറുടെ വീഡിയോ ആണ്. ഇതിലും വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് കിട്ടാനില്ല. സാറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാറ് കുറച്ച് ഇരുന്നതിന് ശേഷം നമ്മളോട് 2 വാക്ക് സംസാരിക്കും. കാരണം സാറ് നമ്മളോട് അത്രയും പറഞ്ഞതായിരുന്നു. സാറാണ് സത്യത്തിൽ ഞങ്ങളുടെ പരിപാടി ഇത്രയും കളറാക്കി തന്നത്. അത് ഞങ്ങൾക്ക് പറഞ്ഞാലും തീരില്ല. ഞങ്ങളൊരു വൈകുന്നേരത്തോടെയാണ് സാറിൻ്റെ അടുത്ത് എത്തുന്നത്. സാറ് ഒരു 5 മിനിറ്റിനിടയിൽ ഞങ്ങളോടൊരു 15 തവണ ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങൾ എന്തെങ്കിലും കുടിച്ചോ, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ. ഇപ്പോഴും നമ്മളെ ആ കുട്ടികളായി കണ്ട് സ്നേഹിക്കുന്ന ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞാലും തീരില്ല. സാർക്കൊരു നിറഞ്ഞ കയ്യടി കൊടുത്തേ, നല്ലൊരു കയ്യടി കൊടുത്തേ. സാറ് വേദിയിലോട്ട് വരട്ടെ. സാർക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാം നൽകി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ സിദ്ദീഖ് മാഷ് പിറവനായി, എന്നാലും ആരോഗ്യവാനാണ്, കിടപ്പിലാണ്. എന്നാലും ദൈവത്തമ്പുരാൻ അള്ളാഹു ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ 99-2000 SSC ബാച്ചിൻ്റെ കൂട്ടായ്മയിൽ ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ബാച്ചിൽ എല്ലാവരും ഉണ്ടാവണം എന്നതിൻ്റെ അത്യാഗ്രഹമാണ്, ആവേശമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമാണ് എൻ്റെ ആവേശം. എനിക്ക് 4 ഡയലോഗ് അടിക്കുകയും വേണം, നിങ്ങളെല്ലാവരും വരികയും വേണം. നിങ്ങളെല്ലാവരും എല്ലായെങ്കിലും അങ്ങോട്ട് വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണാനുള്ള അത്യാഗ്രഹം കൊണ്ടും ആവേശവും താല്പര്യം കൊണ്ടും എല്ലാവരുടെയും സാന്നിധ്യം അറ്റ്നസ് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പറഞ്ഞിട്ട് വന്നതാണെങ്കിൽ ഞാൻ ഷേവൊക്കെ ചെയ്തൊന്ന് സുന്ദരനായിട്ട് ഇരുന്നേനെന്ന്. ഇന്ന് സാറ് വളരെ സുന്ദരനായിട്ടാണ് വന്നിരിക്കുന്നത്. സാർക്ക് നമ്മളോട് 2 വാക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയും പ്രിയപ്പെട്ട എൻ്റെ മുമ്പിലിരിക്കുന്ന അനിയന്മാരെ, അനിയത്തിമാരെ, കാരണം കൂട്ടത്തിൽ സീനിയർ കിഴവൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അഹങ്കാരത്തോടെ അനിയന്മാരെ എന്ന് വിളിച്ചത്. എന്തായാലും ഇങ്ങനെ ഒരു വേദിയുണ്ടാക്കിയ പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികൾക്ക് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്. ഈ ഗംഭീരമായ സദസ്സിൽ ഇതിൽ പരിചയമുള്ളവരാണ് കൂടുതൽ. ദൗർഭാഗ്യത്തിന് ചിലപ്പോൾ പരിചയമില്ലാത്തവരുണ്ടാവാം. എന്നാൽ തന്നെ ജന്മം കൊണ്ട് ഞാനൊരു കോട്ടയക്കാരനാണെങ്കിലും എൻ്റെ കർമ്മമണ്ഡലം ഈ പറളിയും ഈ പറളി ഹൈസ്കൂളും ഈ സ്റ്റേജുമാണ്, സംശയമേ വേണ്ട. കോട്ടയക്കാരനായ ഒരു നാടൻ കർഷക കുടുംബത്തിൽ ജനിച്ച് ഞാൻ എന്നെ സിദ്ദീഖ് മാഷാക്കി, സ്റ്റേറ്റ് അവാർഡ് ഹോൾഡറാക്കി, നാഷണൽ അവാർഡ് ഹോൾഡറാക്കി, ദി ബെസ്റ്റ് NCC ഓഫീസർ ഓഫ് കേരള ആൾ ഇന്ത്യ ലെവലിൽ അവാർഡ് ഹോൾഡറാക്കി, എല്ലാ തരത്തിലുള്ള അവാർഡ് വാങ്ങാൻ സാഹചര്യമുണ്ടാക്കി, വേദി ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്കൂൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികൾ, എനിക്ക് എത്രമാത്രം ഈ സ്കൂളിനോടും ഈ പറളിയോടും ഈ കുട്ടികളോടും ഈ സ്ഥാപനത്തോടും എത്രമാത്രം നന്ദിയും സ്നേഹവും കടപ്പാടുമുണ്ട്. എന്തായാലും ഈ വയസ്സുകാലത്ത് ഈ കുട്ടികൾ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, ആവേശമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ എൻ്റെ ദൗർഭാഗ്യത്തിന് പണ്ടത്തെ പോലെ 2 മണിക്കൂറൊന്നും പ്രസംഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഒന്ന് കാണുവാൻ, ഇങ്ങനെ ഇതിൽ പരിചയമുള്ള മുഖങ്ങൾ കൂടുതലുണ്ട്, പരിചയമില്ലാത്തവരുമുണ്ട്. പരിചയമില്ലാത്തവരോട് ഞാൻ സിദ്ദീഖ് മാഷാണ്. ഈ പറളി സ്കൂളിൽ ഇവിടെ എല്ലാ ഭാഗത്തും എൻ്റെ കാൽപ്പാടുകളുണ്ട്. ഈ സ്റ്റേജിലായാലും ഗ്രൗണ്ടിലായാലും എല്ലാ ഭാഗത്തും എൻ്റെ കാൽപ്പാടുകളുണ്ട്, സംശയമേ ഇല്ല. എന്തായാലും എന്നെ ഞാനാക്കിയ എന്നെ സിദ്ദീഖ് മാഷ ഈ സ്ഥാപനത്തോടും എൻ്റെ സഹപ്രവർത്തകർ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. എന്തായാലും എൻ്റെ സഹപ്രവർത്തകരോടും മാനേജറിൻ്റെ കൂടെ, അതുപോലെ പ്രസന്നകുമാർ ടീച്ചറുണ്ട്, പുരുഷോത്തമുണ്ട്, മനോജനുണ്ട്. അവരെ ഞാൻ മുന്നിൽ കാണുന്നുള്ളൂ. പ്രസന്ന ടീച്ചറൊക്കെ ഉണ്ട് അവിടെ. എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രസംഗം പേര് പറച്ചിലാവും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. എന്തായാലും എനിക്ക് ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ
ഒരു വേദി ഉണ്ടാക്കിയ ഇതിൻ്റെ സംഘാടക സമിതിയോട് എനിക്ക് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്. ഇത് ഒരാരംഭ ശൂരത്വമാക്കിയിട്ട് നിർത്തരുത്. തുടർന്നും ഇതേപോലെ നിങ്ങൾ മീറ്റിംഗ് വെക്കണം, ഞങ്ങളൊക്കെ വിളിക്കണം. ഞങ്ങൾക്ക് കിഴവന്മാരെ എത്ര കൊണ്ട് കാലാവധി എന്നറിയില്ല. ഞാനിപ്പോൾ രോഗിയാണ്, ബെഡിലാണ്, കിടപ്പിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. വരാനുള്ള ആവേശം കൊണ്ട് വന്നത് തന്നെയാണ്. എന്തായാലും നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ സാധിച്ചതിലും ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ സാഹചര്യമുണ്ടാക്കിയാലും സർവശക്തനായ ദൈവം തമ്പുരാന് അള്ളാഹുവിന് സ്തുതി. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലും നന്മകളും എല്ലാ ആശംസകളും ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഈ പറളി സ്നേഹിക്കാൻ പറ്റിയ പറളിയാണ്. ഈ സ്ഥാപനം നല്ലൊരു സ്ഥാപനമാണ്. കാരണം എനിക്ക് ഒരു പേരും ചൂരും അഡ്രസ്സും ഉണ്ടാക്കിയ ഈ പറളി സ്കൂൾ സ്ഥാപനം, ആ സ്ഥാപനത്തോട് എനിക്കെന്നും നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്. ഞാൻ ഈ പറളി സ്കൂളിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്, സംശയമേ ഇല്ല. എന്തായാലും ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളോട്, അതേപോലെ എൻ്റെ സഹപ്രവർത്തകരിൽ കാണാൻ സഹായിക്കുന്ന എൻ്റെ നാട്ടുകാരെയും കുട്ടികളുടെ അച്ഛന്മാരെയും രക്ഷകർത്താക്കൾക്ക് കാണാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഇതിൻ്റെ സംഘാടക സമിതിയോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു, സന്തോഷമുണ്ട് രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഞാൻ വയ്യ കിടപ്പിലാണ്, അവിടെ എണിച്ച് വന്നതാണ്, അതാണ് സത്യം. നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി എനിക്ക് പ്രസംഗിച്ച് മതിയായിട്ടൊന്നുമില്ല, എന്നാലും എനിക്ക് നിൽക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നമസ്കാരം. താങ്ക് യു. നമ്മളോട് 2 വാക്ക് സംസാരിക്കണമെന്ന് അത് അത്രയും ആവേശത്തിലാണ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷം. കുട്ടികൾ പറയുന്നു ടീച്ചേഴ്സിൻ്റെ അനുഭവങ്ങൾ കേട്ടാൽ നല്ലതായിരിക്കുമെന്ന്. ഒരു അധ്യാപകർ അങ്ങോട്ട് വരണോ സാർ, ഇങ്ങോട്ട് വരുമോ? ഓരോ അധ്യാപകരായിട്ട് മോഹനമാഷ് സാർ, സാർക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ. 2000-ലെ അതായത് 25 വർഷം മുന്നുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ചങ്ങാതിക്കൂട്ടം എന്ന പരിപാടി ഒരു യോഗം നടത്തുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം 25 കൊല്ലം മുന്നേ കൂടിയിട്ടുള്ള പഠിച്ച കുട്ടികൾ അവരിതിനു വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ കുറേ ദൂരെയാണ്. അവിടെ വന്ന് ഞങ്ങളെ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു ഫോണിൽ കൂടെ വിളിച്ചാൽ മതി, ഞങ്ങൾ എത്തിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, വീട്ടിൽ വന്ന് ഓരോരുത്തരെയും കണ്ട് ക്ഷണിച്ച് ഇന്ന് എത്തണം എന്നുള്ളത് പറഞ്ഞു തന്നു. വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10-15 കൊല്ലമായി ഇവിടുന്ന് വിട്ടിട്ട്. സാധാരണ മുൻകാലങ്ങളിൽ ഒരു ടീച്ചർ റിട്ടയർ ചെയ്യുമ്പോൾ മറ്റുള്ള ടീച്ചേഴ്സിനെ കൂടെ റിട്ടയർ ചെയ്തവരെ കൂടി വിളിക്കാറുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ പറളി ഹൈസ്കൂളിൽ അങ്ങനെ കാണാനില്ല. അപ്പം ഞങ്ങൾക്ക് മറ്റുള്ളവരെ കാണാനുള്ളൊരു അവസരം കിട്ടുന്നില്ല. അപ്പോൾ അതുണ്ടാക്കി തന്ന ഈ ചങ്ങാതിക്കൂട്ടത്തിനോട് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതിങ്ങനെ സിദ്ദീഖ് മാഷ് പറഞ്ഞ പോലെ ഇവിടെ നിർത്തരുത്, ഇനിയും ഇതേപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കിത്തരണം. കാരണം ഞങ്ങളെപ്പോലെയുള്ള അധ്യാപകർക്ക് മറ്റുള്ള ടീച്ചേഴ്സിനെ കാണാനും അതേപോലെ തന്നെ നിങ്ങളെ കാണാനും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ആദ്യം ഓരോരുത്തരെ വിളിച്ച് അവരുടെ ജോലിയും അതേപോലെ ഗൾഫിലുള്ള ആൾക്കാർ ഇതിനു വേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ ആ കുട്ടികളൊക്കെ എവിടെ എത്തിയിട്ടുണ്ട്, അവർ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെന്ന് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൂടുതലായി പറഞ്ഞ് സമയം കളയുന്നില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവസാനം പറയാൻ സന്ദർഭം തന്നാൽ മതി. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു സംശയം ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ എന്താ പഠിപ്പിച്ചതെന്നുള്ളത്. അപ്പോൾ കെമിസ്ട്രിയാണ് പഠിപ്പിച്ചായിരുന്നത്. അതെ, കെമിസ്ട്രി മോഹനമാഷ് അല്ലേ എന്ന് ചോദിച്ചു. മോഹനമാഷ് ഇവിടെ മലയാളം ഉണ്ടായിരുന്നു, അതേപോലെ വലിയ മോഹനമാഷ് ചെറിയ മോഹനമാഷ് അങ്ങനെയുണ്ടായിരുന്നു. എന്നാലും കെമിസ്ട്രി ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. 2011 റിട്ടയർ ചെയ്തു. 30 വർഷത്തെ സർവീസിന് ശേഷം ഒരു കുട്ടിയാണുള്ളത്. അവൾ വേങ്ങശ്ശേരി തന്നെ, എൻ്റെ നാട് വേങ്ങശ്ശേരിയാണ്, അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ചോദ്യം കൂടി സാറ് മറുപടി പറഞ്ഞില്ല. അത്രയും ആ നല്ല ഭംഗിയായിട്ട് ആ വീട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത്. അത് സംശയം തോന്നുന്നത് എനിക്ക് ഭാര്യയുടെ പേരായിരിക്കും. ഭാര്യ വർക്ക് ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണ്, എൻ്റെ മുറപ്പെണ്ണ് കൂടിയാണ്.
അപ്പോൾ വലിയ മോഹനൻ മാഷ്, കെമിസ്ട്രി മോഹനൻ മാഷ്ക്ക് ഒരു കയ്യടി. നമ്മുടെ മുഖ്യാതിഥി വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്, സിനിമ സീരിയൽ താരം ബിന്ദു കൃഷ്ണ. അടുത്തതായിട്ട് പുരുഷോത്തമൻ മാഷെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബാക്കിലിരിക്കുന്ന കുട്ടികൾ അച്ചടക്കമുള്ള നല്ല പിള്ളേരാവൂ. 1999-2000 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളെ, എൻ്റെ സഹപ്രവർത്തകരെ, ഈ ബാച്ച് ഇതിന് മുമ്പേ 2019 ഇതേപോലെ ഒരു മഹാസംഗമം സംഘടിപ്പിക്കുകയും അതിൽ ഫിലിം ആക്ട്രസ് സരയു വന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് അവർ വന്നത്. വീണ്ടും ഞങ്ങൾ പണ്ടത്തേക്കാൾ വിപുലമായ രീതിയിൽ ഒന്നും കൂടി ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച സാറന്മാരൊക്കെ വരണം എന്ന് ക്ഷണിക്കേണ്ടായി. അപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചിട്ട് ഞങ്ങളിൽ 3/4 ഭാഗം അന്നത്തെ സ്റ്റാഫ് എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ നിൽക്കുമ്പോഴൊരു സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അധ്യാപകർക്ക് മാത്രം കിട്ടുന്ന ഒരു അസുലഭ സന്ദർഭം എന്ന് പറയാം. നമ്മൾ കൈകാര്യം ചെയ്ത ഫയല് ജീവനുള്ള ഫയലാണ്. ബാക്കി എല്ലാ ഉദ്യോഗസ്ഥരും ജീവനില്ലാത്ത ഫയലാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് മാത്രമേ ജീവനുള്ള ഫയൽ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയുള്ള ആ ജീവനുള്ള ഫയലുകളാണ് നമ്മളെ ക്ഷണിച്ച് വീണ്ടും അവരെ അടുത്തേക്ക് ക്ഷണിച്ച് നമ്മളവരെ കാണാനും സന്തോഷിക്കാനും ഇടവരുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പീരീഡിൽ നമ്മുടെ പ്രേമകുമാരി ടീച്ചറായിരുന്നു HM അല്ലേ? പ്രേമകുമാരി ടീച്ചറായിരുന്നു HM എന്ന് വിചാരിക്കുന്നു. പ്രേമകുമാരി ടീച്ചർ 99-2000 കാലഘട്ടത്തിൽ HM ആയിരുന്നു. അന്നത്തെ അസംബ്ലിയെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്രേമകുമാരി ടീച്ചർ ഒരു 5 മിനിറ്റ് സംസാരിക്കും. അതിനുശേഷം മൈക്ക് സിദ്ധിമാഷക്ക് കൈമാറും. പിന്നെ അരമണിക്കൂർ സിദ്ധിമാഷാണ് സംസാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സുവർണ കാലഘട്ടം ഞാൻ സ്മരിച്ചു പോവുകയാണ്. നമ്മുടെ അന്നത്തെ സ്കൂൾ ലീഡറായിട്ടുള്ള ആബിദ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് താമസം, ചൊനങ്ങാടാണ്. ചൊനങ്ങാട് ഞങ്ങൾ 1 കിലോമീറ്റർ ദൂരം വ്യത്യാസമേ ഉള്ളൂ. എന്ന് വൈകുന്നേരത്ത് ഞാൻ നടക്കാനിറങ്ങുമ്പോൾ ആബിദിനെ കാണാറുണ്ട്. ആ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾ എല്ലാവർക്കും എല്ലാ ആയുധാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊള്ളുന്നു. ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ളത് അപ്പോൾ പറയണ്ടായിരിക്കും. സാറേ ഒരു സെക്കൻഡ്, അധ്യാപകരെ ഞങ്ങൾ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല വെയിലത്തായി പോവും. അപ്പോൾ നമ്മൾ ആ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. പുരുഷോത്തമൻ സാർക്ക് മൊമെന്റോ കൈമാറുന്നത് സീരിയൽ സിനിമാ താരം ബിന്ദു കൃഷ്ണ. മോഹനൻ മാഷ് ഒരിക്കൽ കൂടി വേദിയിലേക്ക് വരേണ്ടതാണ്. പിന്നെ ചുള്ളനായതുകൊണ്ട് കുഴപ്പമില്ല, കയറി വരും. ആ കുടുംബചരിത്രം പറയണമെന്ന് പറയുകയാണ്. എനിക്ക് ഒരു ഭാര്യയുണ്ട്, റിട്ടയർഡ് ടീച്ചർ തന്നെയാണ്. പിന്നെ ഒരു ഏക മകനാണ്. അവൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിലാണ്, ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തിരുന്നപ്പോൾ ട്രാൻസ്ഫറായിട്ട് ഗോവയിലാണ്. അവനും മരുമകളും സുഖമായിട്ട് ഗോവയിൽ കഴിയുന്നു. ബാക്കി എവിടെ താമസിക്കണം എന്നുള്ള കാര്യം ഞാൻ ആബിദിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞല്ലോ. താങ്ക് യു സാർ. മോഹനൻ മാഷ്ക്ക് മൊമെന്റോ കൈമാറുന്നത് ബിന്ദു കൃഷ്ണ. കൈയടിക്കുന്നവർക്ക് ഉച്ചയ്ക്ക് ഒരു പായസം കൂടുതൽ തരുന്നതായിരിക്കും. അടുത്തായിട്ട് പ്രസന്നകുമാരി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രധാന അധ്യാപികയായിരുന്നു. നമസ്കാരം. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കുറച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എൻ്റെ കുട്ടികൾ ഇവിടെ വന്ന് വിളിച്ചപ്പോൾ എനിക്കങ്ങനെ വരാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണയും അവരെന്നെ വിളിച്ചിരുന്നു 2020. അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. അന്ന് ഇവർ വളരെ വിപുലമായി കേക്കൊക്കെ മുറിച്ച് വളരെയധികം ആഘോഷമാക്കിയതാണ്. അത് ഇന്നും ഞാൻ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. വളരെ സന്തോഷമുണ്ടായിരുന്നു ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് എൻ്റെ പിറന്നാൾ ആഘോഷിച്ചത്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. അതവർ മനസ്സിലാക്കിയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പ്രധാന അതിഥിയായിട്ട് വന്നിട്ടുള്ള ബിന്ദു കൃഷ്ണ തന്നെയായിരുന്നു അന്ന് വന്നിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. അവരെ കൊണ്ട് മുറിപ്പിച്ചു, എനിക്കൊരു പീസ് തന്നു, എന്നെ കൊണ്ട് മുറിപ്പിച്ചു. അങ്ങനെ വളരെ ആഘോഷമാക്കി. ഈ കുട്ടികൾ ഇതൊക്കെ ഓർത്ത് ചെയ്യണ്ടല്ലോ എന്ന് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. നമ്മൾക്ക് ടീച്ചേഴ്സിന് കിട്ടാനുള്ളത് ഈ കുട്ടികളുടെ സ്നേഹം മാത്രമാണ്.
അല്ലാതെ നമ്മളുടെ സ്വത്തും പണമൊന്നുമല്ല. ഈ സ്വത്തും പണമൊന്നും നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല എന്നത് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. എനിക്ക് പണ്ടത്തെ അത്ര ആരോഗ്യമൊന്നുമില്ല. ഞാൻ പണ്ടൊക്കെ ഇവിടെ ഓടി നടന്നിരുന്നാണ്. ഇതേ സ്കൂളിൽ തന്നെ പഠിച്ചതാണ് ഞാൻ. പക്ഷെ ഒരു 60 വർഷം മുമ്പാണ് ഞാൻ ഇവിടുന്ന് SLC പാസ്സായി പോയത്. അപ്പോൾ ഏതാണ്ട് എൻ്റെ വയസ്സ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പം ഞങ്ങളുടെ അധ്യാപകരൊന്നും വളരെ 1-2 പേരെ ബാക്കി ജീവിച്ചിരിപ്പുള്ളൂ. എന്നാലും എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ കുട്ടികളും ഒക്കെ എൻ്റെ സ്വത്തായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങൾ എന്നെ വീണ്ടും ക്ഷണിച്ച് ഇവിടേക്ക് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പുറമെ അന്ന് കഴിഞ്ഞ കാഴ്ച ഇതുപോലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ സിദ്ദിഖ് മാഷ്ക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പം മാഷ്ക്ക് അവിടെ ഇരിക്കപ്പുറതിയില്ല. മനസ്സുകൊണ്ട് അദ്ദേഹം ഇവിടെ സ്കൂളിൽ തന്നെയായിരുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ തന്നെ എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. അവിടെ എന്താ ടീച്ചറെ നടക്കണത്, നിങ്ങൾ ഊണ് കഴിച്ചോ, എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അപ്പം ഞാൻ വിചാരിച്ചു മാഷ്ടെ മനസ്സ് മുഴുവനും ഇവിടെയും ശരീരം വീട്ടിലുമായിട്ടാണ്. അതുപോലെയാണ് ഇവിടുത്തെ ഓരോ അധ്യാപകരും മനസ്സുകൊണ്ട് വളരെയധികം സ്നേഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പറളി ഹൈസ്കൂൾ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഈ സ്നേഹമാണ് നിങ്ങളുടെ സമ്പത്ത്. അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ആർജിച്ചിട്ടുള്ള ഈ സൗഹൃദം എന്നെന്നും നിലനിൽക്കട്ടെ. ഈ കൂട്ടായ്മ എന്നെന്നും നിലനിൽക്കട്ടെ. എന്തായാലും വളരെ സന്തോഷം. എന്നെപ്പറ്റി എൻ്റെ ഫാമിലിയെ പറ്റി പറയണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പറയാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് രാമചന്ദ്രൻ. അദ്ദേഹം ബാങ്ക് ഓഫീസറായിരുന്നു, വിരമിച്ചു. അപ്പോൾ എനിക്ക് 2 മക്കളാണുള്ളത്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അവരൊക്കെ നല്ല നിലയിൽ തന്നെ കണ്ടു. മകൻ വിദേശത്താണ്, ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. മകൾ ഇവിടെ തന്നെയുണ്ട്, കോളേജിൽ പഠിപ്പിക്കുന്നു. കൂടുതലൊന്നും അറിയണമെന്നില്ല. ഞാൻ ഗണിതശാസ്ത്രം പഠിപ്പിച്ചിരുന്ന അധ്യാപികയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ധാരാളം ശത്രുക്കളുണ്ടാകും. കാരണം കണക്കും ഇംഗ്ലീഷും കുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത വിഷയങ്ങളാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ സംസ്കൃതം കൂടി പഠിച്ചിരുന്നത് കൊണ്ട് എനിക്കിതിനെ ഒന്ന് സമരസപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സംസ്കൃത കാര്യങ്ങളൊക്കെ ഈ കണക്ക് ക്ലാസ്സിലും പറയുമായിരുന്നു. കുട്ടികൾ ഓർമ്മിക്കുന്നുണ്ടോ അറിയില്ല. എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ കണ്ടതിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടീച്ചർക്ക് മൊമെൻറ്റോ കൈമാറുന്നത് മുഖ്യാതിഥി ബിന്ദു കൃഷ്ണ സാറുണ്ട്. സാർ F-ന്റെ ക്ലാസ് ടീച്ചർ. 10F-കാർ നല്ല കൈയടി കൊടുത്ത് സരസ്വതി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതാ എന്നെ കണ്ടപ്പോഴും അവിടുന്ന് കൈ കൊണ്ട് കാണിക്കുന്നത്, നീ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലല്ലോ എന്ന്. വന്നിട്ട് ഞാൻ വേഗം മുങ്ങി. അറിയോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. അന്ന് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അതിൻ്റെ ഇരട്ടി സന്തോഷമാണ് ഇന്ന്. കാരണം സജിരാജിയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയാന്നറിയില്ല. ഒരു കേമത്തിയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അത്യാവശ്യം വീട്ടിൽ ട്യൂഷനൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അവിടെ വരുന്ന കുട്ടികൾ കുറച്ച് എന്തോ നന്നായി കണക്കൊക്കെ ചെയ്യണു പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാണ് ഞാനും വരും പറഞ്ഞിട്ട് അങ്ങനെ വഴക്കിട്ട് വന്ന് പഠിച്ച് ഇപ്പോൾ സജിരാജിക്ക് ഇപ്പോൾ എത്ര കുട്ടികളാ? 5000 കുട്ടികളോ? ബാങ്ക് കോച്ചിങ്ങും എത്ര കുട്ടികളാ ഇപ്പോൾ? മക്കളല്ല, നീ പഠിപ്പിക്കുന്ന കുട്ടികൾ. 50,000 കുട്ടികളുണ്ട് പഠിപ്പിക്കുന്ന. അതിൽ വളരെയധികം അഭിമാനമുണ്ട്. കാരണം നമ്മളുടെ തൊഴിലും അതായിരുന്നല്ലോ. അതുകൊണ്ട് വളരെയധികം അഭിമാനമുണ്ട്. പിന്നെ നമ്മുടെ സഹപ്രവർത്തകരെ, ഈ ടീച്ചറെ, ഭാവന ടീച്ചറെ ഒന്നും കാണാറേ ഇല്ല. എല്ലാത്തിനും വിളിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരെയും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിദ്യാർത്ഥികൾ കുറേ പേര് വന്നിട്ടുണ്ട്. 10F-ൽ എത്ര പേരുണ്ടായിരുന്നു? കൈവക്കിക്ക്. 10F-കാർ കൈവക്ക്. ഗുഡ്. എന്നെ ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ? 10F-ലായിരുന്നു ഞാൻ, ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ സജിരാജി വളരെ മിടുക്കത്തിയാണ്. ഇപ്പം നമുക്ക് മനസ്സിലായില്ല ഇപ്പം തന്നെ. കഴിഞ്ഞ പ്രാവശ്യം അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. വന്നിട്ട് വേഗം പോയി. ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് പറയണത്. പിന്നെ നമ്മുടെ സിദ്ദിഖ് മാഷ്, ഞങ്ങൾ വീട്ടിൽ പോയി കണ്ടിരുന്നു.
ഞങ്ങൾക്ക് വളരെയധികം എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്ത സാറിൻ്റെ അനിയനുമാണ്. അതുപോലെ സാറിൻ്റെ ഏട്ടൻ്റെ മകനും ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ അറബിക് മാഷാണ്. ഞങ്ങൾ തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്, പരിചയമുണ്ട്. പോയി കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അസുഖം വേഗം ഭേദമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങൾ കുട്ടികളുടെ എൻ്റെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് AU ആയിട്ട് റിട്ടയർ ചെയ്തായിരുന്നു. പക്ഷേ 5 വർഷം മുമ്പ് ഹീസ് നോ മോർ നൗ. ഇനി മക്കൾ 2 പെൺകുട്ടികളാണ്. ഒരാൾ പൊള്ളാച്ചിയിലാണ്, അവൾക്ക് 2 ആൺകുട്ടികളാണ്. വിപ്രോയിൽ വർക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ ജോലിയില്ല. ഹസ്ബൻഡ് വലിയ ബിസിനസ്മാനാണ്. അപ്പോൾ കുട്ടികളെ നോക്കിയിരിക്കുകയാണ്. രണ്ടാമത്തവൾ ചെന്നൈയിലാണ്. 2 പേരും ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നു. ഒരാൾ ആമസോണിൽ മാനേജറാണ്, മറ്റേയാൾ LNTയിൽ മാനേജറാണ്. അങ്ങനെയൊക്കെ ഇങ്ങനെ ചെറിയ കാര്യമായിട്ട് പോകുന്നു. ഞാനിവിടെ ചക്കാന്തറയിൽ തന്നെയാണ് താമസിക്കുന്നത്. നിങ്ങളെല്ലാവർക്കും ഈ സ്നേഹം നിറഞ്ഞ സംഗമത്തിന് വളരെയധികം നന്ദിയും നമസ്കാരവും പറയുന്നു. ഇനിയും നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ സ്നേഹത്തോടു കൂടി കൂടണം. ഇതൊരിക്കലും മറക്കാൻ പാടില്ല. നമ്മളുടെ സ്കൂളിൽ പഠിച്ച ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ ഇതില്ല, അനുഭവം അത്രക്കില്ല. ഇപ്പോൾ ഓരോരുത്തരെയും നോക്കി വരുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ പറഞ്ഞ് ആരൊക്കെയാണ് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യം അങ്ങനെയല്ല. എല്ലാ വിധത്തിലും എന്നും സംസാരിക്കാനുള്ള സമയം കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ വളരെ സ്നേഹത്തോടു കൂടി ഇരിക്കണമെന്ന് പറയുന്നു. എല്ലാവരുടെ കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സരസ്വതി ടീച്ചർക്ക് മൊമെൻറ്റോ കൈമാറുന്നത് മുഖ്യാതിഥി ബിന്ദു കൃഷ്ണ. ഇത് ഞാൻ വന്ന് നിൽക്കട്ടെ. ശരിക്കും ആ 10Fൽ പോയിരിക്കുന്ന അതേ ഫീലായിരുന്നു ടീച്ചർ സംസാരിക്കുമ്പോൾ. ഉഷാ പാർവതി ടീച്ചർക്ക് കുറച്ച് നേരത്തെ പോകണമെന്ന് പറഞ്ഞിരുന്നു. ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ 1999-2000 ബാച്ചിൻ്റെ ചങ്ങാതിക്കൂട്ടം എന്നുള്ള സംഗമം നടക്കുന്നു. അതിലേക്ക് സ്വാഗതം ക്ഷണിച്ച അതിൻ്റെ സംഘാടകർക്ക് വളരെയധികം നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നാശംസിക്കുന്നു. പിന്നെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവ് ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു, റിട്ടയർ ചെയ്തു. 2 മക്കളാണ്. മകള് ദുബായിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മകൻ കോയമ്പത്തൂർ ഒരു അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ഉഷാ പാർവതി ടീച്ചർക്ക് മൊമെൻറ്റോ കൈമാറുന്നു. മുഖ്യാതിഥി ബിന്ദു കൃഷ്ണ. ഗീത ടീച്ചർക്ക് കുറച്ച് നേരത്തെ പോകണമെന്ന് പറഞ്ഞു. ബയോളജി ഗീത ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചറേ വേഗം വരൂ, ഒരു കയ്യടി കൊടുത്തേ. 12:30 പോകണം എന്നൊക്കെ പറയും, പക്ഷെ ഞങ്ങൾ വിടില്ല. രണ്ട് വാക്ക്. എല്ലാവർക്കും നമസ്കാരം. 99-2000 ബാച്ചിലെ വിദ്യാർത്ഥികൾ എൻ്റെ വീട്ടിൽ വന്ന് വിളിച്ചപ്പോൾ എനിക്കിന്ന് കുടുംബപരമായിട്ട് ഒരു ചടങ്ങ് നടക്കുന്നത് കൊണ്ട് എനിക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. എന്നിരുന്നാലും കുട്ടികൾ ഇത്ര സ്നേഹത്തോടെ എൻ്റെ വീട്ടിൽ വന്ന് വിളിച്ച് ഞാൻ എങ്ങനെ വരാതിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ തീർച്ചയായും വന്നതാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ടീച്ചർക്ക് മൊമെന്റോ കൈമാറുന്നത് ശ്രീമതി ബിന്ദു കൃഷ്ണ.
താങ്ക് യു ടീച്ചർ. അധ്യാപകരെ ആദരിക്കുന്നതിനായിട്ട് നമ്മുടെ മാനേജർ കണ്ണേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കണ്ണേട്ട വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് സെലീന ടീച്ചർ. സർ വരൂ. സെലീന ടീച്ചർക്ക് മൊമെന്റോ കൈമാറുന്നത് നമ്മുടെ മാനേജർ. പ്രിയ വേദിയിലിരിക്കുന്നവർ, സഹപ്രവർത്തകർ, എൻ്റെ പ്രിയ വാത്സല്യ മക്കളെ, എന്താ കാരണം എന്ന് വെച്ചാൽ ഇവരെപ്പോഴും പറയുന്നുണ്ട് 10Cയിലെ ക്ലാസ് ടീച്ചറായിരുന്നു എന്ന് പറയുമ്പോൾ അവർ ഓർക്കുന്നു. പക്ഷേ എനിക്ക് കുറേ കുട്ടികൾ ഓർമ്മയുണ്ട്, പക്ഷേ എല്ലാവരെയും ഓർക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും ആൺപിള്ളേരെ എന്താ പറയുക, താടി ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അവരെ പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ സംഗമത്തിന് ഒന്ന് ക്ഷണിച്ചവർ പറഞ്ഞു ടീച്ചറെ കാണുമ്പോൾ എപ്പോഴും എന്താ സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. പിന്നെ ഒരിക്കൽ ഒരു 2019 തോന്നുന്നു ഒന്ന് നടത്തിയിരുന്നു. ഇതിപ്പോൾ ഇത് രണ്ടാമത് നടത്തണത് ഞാൻ വരണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ സിദ്ദിഖ് മാഷ് പറഞ്ഞു, മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് കാണണം എനിക്ക്. അപ്പോൾ ഞാൻ HM ആയിരുന്നപ്പോൾ ഡെപ്യൂട്ടി HM ആയിരുന്നു സിദ്ദിഖ് മാഷ്. ആ അവസരത്തിലാണ് മാസ്റ്റർക്ക് നാഷണൽ അവാർഡ് ലഭിച്ചത്. അത് അനൗൺസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. അന്ന് ഞാനിത് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂളിലെ ഡെപ്യൂട്ടി HM-ഉം NCC ഓഫീസറുമായ സിദ്ദിഖ് മാസ്റ്റർക്ക് നാഷണൽ അവാർഡ് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ 2000 ചില്ലാനും കുട്ടികളുണ്ട്. അന്ന് കുട്ടികളെല്ലാം കൂടി ഒരൊറ്റ കയ്യടിയാണ്. എന്താ ഒരു സന്തോഷം, അതൊന്ന് കാണുന്നത് തന്നെയായിരുന്നു. ആ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ വരാനുണ്ടായ കാരണം. പ്രത്യേകിച്ച് ഞങ്ങളെ ഒന്നും കൂടി ഓർത്തുകൊണ്ട്, ഞാൻ നേരെ പഠിപ്പിക്കാത്ത കുട്ടികളാണ് കൂടുതലും എൻ്റെ വീട്ടിൽ വന്ന് വിളിച്ചത്. അതാണ് എനിക്ക് ഏറ്റവും അതിശയം. പഠിച്ച കുട്ടികളുമുണ്ട്, പഠിപ്പിച്ച കുട്ടികളുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും. സെലീന ടീച്ചർക്ക് മൊമെന്റോ കൈമാറാൻ മാനേജർ കണ്ണേട്ടനെ ക്ഷണിക്കുന്നു. അടുത്ത രമ ടീച്ചറെ സ്നേഹത്തോടെ ഫിസിക്സ് പഠിപ്പിച്ച ഫിസിക്സ് രമ ടീച്ചർ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ മുന്നേ ക്ലാസ്സിൽ ഇങ്ങനെയായിരുന്നു, ഓരോ ടീച്ചർമാർക്കും ആ സബ്ജക്റ്റ് വെച്ചിട്ടായിരുന്നു. ബയോളജി ഗീത ടീച്ചർ, മാത്സ് ഗീത ടീച്ചർ, കെമിസ്ട്രി ഗീത ടീച്ചർ. കെമിസ്ട്രി പഠിപ്പിച്ച ടീച്ചറും മാത്സ് ടീച്ചറെ വെച്ച് ഒട്ടും പുറകിലല്ല കേട്ടോ. ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ ഇന്നും ഓർമ്മയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ സന്തോഷം. ഇത്രയും ഇന്ന് ഒരുപക്ഷെ ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ ജയന്തിയൊക്കെ വന്ന് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഞങ്ങളൊരു യാത്രയിലായിരുന്നു. രാത്രി 1 മണിക്ക് ശേഷമൊക്കെയാണ് ഇന്നലെ എത്തിയത്. അപ്പോൾ പറ്റുണ്ടാവില്ല പറഞ്ഞു. പിന്നെ ആലോചിച്ചപ്പോൾ 1 മണിക്കൊക്കെ എത്തി. പിന്നെ ഒന്ന് കുറച്ച് കിടന്ന് റെസ്റ്റ് ചെയ്ത് വേഗം രാവിലെ എണീറ്റു. വയ്യായൊക്കെ തോന്നിച്ചാലും എന്തായാലും വരാതിരിക്കാൻ പറ്റില്ല. അത്രയും ഒരു സന്തോഷമായിരുന്നു മനസ്സിൽ. ഇന്ന് ഇവിടെ വന്നപ്പോൾ ഈ ആവേശം കണ്ടപ്പോൾ അയ്യോ ഞാൻ വന്നില്ലെങ്കിൽ എത്ര കഷ്ടമാവുമായിരുന്നു എന്ന് ഞാൻ തോന്നി. കാരണം ഇവരൊക്കെ അത്രയും ആവേശത്തിലാണ്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇത് ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പോൾ കൂടുതൽ ബോധ്യമാവുകയും ചെയ്തു. പിന്നെ അന്ന് എനിക്ക് പലരുടെയും മുഖമൊക്കെ വളരെ ഫെമിലിയറായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും സത്യം പറഞ്ഞാൽ ശരിക്കും ഓർമ്മയില്ല കേട്ടോ. പക്ഷെ കുറേ പേരെ നല്ലോണം അറിയാം, ഓർമ്മയുണ്ട്. സജിരാജിയൊക്കെ ഞാനങ്ങനെ കാണാറൊന്നും ഉണ്ടാവില്ല, സജിരാജിയൊന്നും. പക്ഷേ ഇവിടെ വന്നപ്പോൾ സജിരാജി പറഞ്ഞപ്പോൾ ഭയങ്കര ഓർമ്മകൾ മനസ്സിൽ. അങ്ങനെ ഓരോരുത്തരെയും കേട്ടോ, പലരെയും അതെ മനസ്സിൽ നല്ല ഓർമ്മകളുണ്ട്. ഓരോരുത്തരും നിങ്ങൾ കുറച്ച് വലുതായി എന്നുള്ള പ്രായമായി എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ചെറിയ മുഖവും ക്ലാസ്സിലിരിക്കുന്നതും അതെല്ലാം നല്ല ഓർമ്മയുണ്ട്. അപ്പം ഞങ്ങളെങ്ങനെ എല്ലാവർക്കും ഒത്തൊരുമിക്കാൻ, കുട്ടികളായാൽ നിങ്ങൾക്കും അതേപോലെ ടീച്ചേഴ്സായിട്ടുള്ള ഞങ്ങൾക്കും ഇവിടെ ഒന്നിച്ച് ഇരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ. എല്ലാവിധ ആശംസകളും നൽകുന്നു.
ടീച്ചർക്ക് മൊമെന്റോ കൈമാറുന്നതിനായി മാനേജർ കണ്ണേട്ടിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ടീച്ചർ. താങ്ക് യു. EN ഗിരിജ ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ചങ്ങാതിക്കൂട്ടം എന്ന രീതിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് കൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാനും എല്ലാവരും പരസ്പരം കാണാനും സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. ഒരു അധ്യാപകർ എന്ന നിലയ്ക്ക് അധ്യാപകരുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. നമുക്ക് പല പരിപാടികളും ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും നമ്മൾ ആസ്വദിക്കുന്നതും സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്നതുമായ ഒരു പരിപാടിയാണ് നമ്മുടെ കുട്ടികൾ നടത്തുന്ന ഈ പരിപാടി. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ല തിരക്കുണ്ടെങ്കിലും നമ്മളതെല്ലാം നീക്കി വെച്ചിട്ട് അതിലെത്തുകയും ചെയ്യും. എന്തായാലും ഇങ്ങനെ ഒരു വേദി വെച്ച് ഇങ്ങനെ എല്ലാവരെയും ഒന്ന് കാണാൻ അവസരം തന്ന ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും ആദ്യം ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കുറച്ചുകളുടെയൊക്കെ ഉയർച്ച പല നിലയിലും എത്തിയതൊക്കെ ഇവിടെ കുറേ പേരുടെ ഇവിടെ പറയുണ്ടായി. അതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കുറച്ച് പേരുടെ അറിഞ്ഞുള്ളൂ, പക്ഷെ അറിഞ്ഞത് തന്നെ എല്ലാം നന്നായി തോന്നി. ഇപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഇനിയും നല്ല ജീവിതത്തിൽ നല്ല അഭിവൃദ്ധിയും ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഗിരിജ ടീച്ചർക്ക് മൊമെന്റോ കൈമാറുന്നത് മുഖ്യാതിഥി ബിന്ദു കൃഷ്ണ. അടുത്തതായിട്ട് രത്നവല്ലി ടീച്ചറെ വരുന്നുണ്ട് നമ്മളോട് സംസാരിക്കാൻ. ടീച്ചറെയൊക്കെ എല്ലാവർക്കും നല്ലപോലെ ഇപ്പോഴും അതേ പഴയ ലുക്കിൽ തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ഇതുപോലൊരു വേദിയിൽ നിന്നതായിരുന്നു. ഇത്തവണയും ഇങ്ങനൊരു അവസരം കിട്ടിയതിനെ കുട്ടികളോടാണ് ആദ്യം നന്ദി പറയുന്നത്. എന്തായാലും ഇന്ന് വരാനൊക്കെ ഇപ്പോൾ തൽക്കാലം ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ എത്ര കാലം ഇതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ വരാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നവർ കുറേ പേര് വരാൻ വയ്യാത്ത അവസ്ഥയിലാണ്. പിന്നെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് കുട്ടികൾ നിങ്ങളെ കാണുന്നത് തന്നെയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സമ്പത്ത്. വിദ്യാർത്ഥികൾ ഇപ്പോഴും കാണുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ ദിവസം രാവിലെ പോകാറുണ്ട്. പലവരും ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, അറിയുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ പേരെന്താണ്, എവിടെയാണെന്നൊക്കെ അപ്പോൾ അവർ പറഞ്ഞു. അപ്പോഴാണ് ഓർമ്മ വരിക. എവിടെ പോയാലും ഉണ്ട് ടീച്ചർ, എവിടെ പോയാലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാറ്. ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ടീച്ചർക്ക് എന്നെ ഓർമ്മ ഉണ്ടോ ചോദിക്കും. പലപ്പോഴും ചിലരുടെ മുഖം വലിയ വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടാവില്ല, പക്ഷെ പലരുടെയും കുട്ടികളല്ലേ. ഞങ്ങളിപ്പോൾ 15 വയസ്സിലൊക്കെ മാക്സിമം 15 വയസ്സ് അപ്പോൾ കണ്ടവരില്ലേ നിങ്ങൾ പലർക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കും ഉണ്ടാവും. മുടി നീട്ടി താടി വളർത്തിയിട്ടൊക്കെ അവരുടെ മുഖം തന്നെ നമുക്ക് തെളിയില്ല. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ തന്നെ പറയാറുണ്ട്. ഏറ്റവും ഞങ്ങളുടെ സമ്പത്ത് അതാണ്. ഈ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ സമ്പത്ത്. എവിടെ പോയാലും നമുക്കൊരു തിരിച്ചറിവുണ്ട്. ടീച്ചറെന്ന് പറഞ്ഞു പിന്നാലെ വരാൻ എവിടെ പോയാലും കാണാറുണ്ട്. ഏത് ജോലി ചെയ്യുന്നവരായാലും ശരി. ഇപ്പോൾ പലരും പല ജോലികളും ഉയർന്ന അവസ്ഥയിലുണ്ടാവും, സാധാരണ ജോലി ചെയ്യുന്നവരുണ്ടാവും. എങ്ങനെയായാലും അവർക്ക് ടീച്ചർമാരെ കാണുമ്പോൾ ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്കും നിങ്ങളെ കാണുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയാൻ ഹസ്ബൻഡ് 4 മക്കൾ, മിക്കവാറും എല്ലാവർക്കും അറിയുണ്ടാവും. മൂത്ത മകളെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കെമിസ്ട്രിയാണ് അവളുടെ വിഷയം. ഞാൻ ബയോളജി ആയിരുന്നു, അവൾ കെമിസ്ട്രിയാണ്. ഫിസിക്കൽ സയൻസ് ടീച്ചറാണ് ഇവിടുത്തെ. പിന്നെ വേറെ 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ്. പെൺകുട്ടികളുടെയൊക്കെ മാരേജ് കഴിഞ്ഞിട്ട്, ആൺകുട്ടിയും മാരേജ് കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ പേരക്കുട്ടികളായ എൻ്റെ പേരക്കുട്ടിയും മാരേജ് കഴിഞ്ഞു. അപ്പോൾ ഇനി അത്രയും ഫാമിലിയെ കുറിച്ച് അത്രയും വലിയ ആരോഗ്യത്തിന് വലിയ പ്രശ്നമില്ലാണ്ട് ഇപ്പോൾ പോകുന്നുണ്ട്. ഇനി എപ്പോഴും കുഴപ്പം വരും. 2 പേർക്ക് ഹസ്ബൻഡിനും എനിക്കത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അത്രേ ഇപ്പോൾ പറയാനുള്ളൂ. വേറെ നിങ്ങൾക്ക് ആർക്കും ഉപദേശം തരേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ, സമ്പത്തിനേക്കാൾ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പത്ത് ഇന്ന് വരും, നാളെ പോവും. പോയത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. പിന്നെ
എല്ലാവരും പറഞ്ഞ പോലെ സമ്പത്ത് പോയാൽ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാം, നമ്മുടെ ഒപ്പം നമുക്ക് സഹായിക്കാനോ അല്ലെങ്കിൽ മക്കൾ എങ്ങനെയായാലും അത് തിരിച്ചു പിടിക്കാം. പക്ഷേ ആയുസ്സും ആരോഗ്യം നഷ്ടപ്പെടാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ടീച്ചർക്ക് മൊമെന്റോ കൈമാറുന്നത് മുഖ്യാതിഥി ബിന്ദു കൃഷ്ണ. ഉഷ ടീച്ചർ. ടീച്ചർക്ക് എല്ലാവരും ഒന്ന് ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞേ. ഹാപ്പി ആനിവേഴ്സറി. പേരെന്ന് ഇവർ പറഞ്ഞത് എൻ്റെ 50ാം വിവാഹ വാർഷികമാണ് അടുത്ത മെയ് 2-ാം തീയതി. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ടീച്ചർക്കും ഹസ്ബൻഡിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. അടുത്തായിട്ട് ഉഷ ടീച്ചർ. ഞാൻ മൈക്ക് വേണ്ടാന്ന് പറഞ്ഞാണ്. എന്നാൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഈ ചങ്ങാതിക്കൂട്ടം ഒരുപാട് സോഷ്യൽ സർവീസും അതേപോലെ കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതിൽ ഇവരെ വളരെയധികം അഭിനന്ദിക്കേണ്ടതാണ്. ഞാൻ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഞാനിതൊക്കെ അറിയുന്നുണ്ട്. പിന്നെ ഫൈസൽ എല്ലാവരും അറിയിക്കാറുമുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവരും ഈ കൂട്ടായ്മ തന്നെ നമുക്ക് സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ ഇത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. ഉഷ ടീച്ചർക്ക് സമ്മാനം നൽകുന്നത് മുഖ്യാതിഥി ബിന്ദു കൃഷ്ണ. അടുത്തതായിട്ട് താങ്ക് യു. നൗഷാദ് മാഷ്ക്ക് തിരക്കാണ്, സമയത്തിനനുസരിച്ച് ഇത് സംഘടിപ്പിച്ച് തീർക്കാൻ. അപ്പോൾ എന്നോട് ഇങ്ങനെ കണ്ണുരുട്ടുന്നുണ്ട് ഓരോ തവണയും. കണ്ണുരുട്ടിയിട്ടൊന്നും കാര്യമില്ല. അധ്യാപകർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. രുക്മിണി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൈയടിക്ക് പിള്ളേരെ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കൂടി കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കുട്ടികളെയും അതുപോലെ എൻ്റെ സഹോദരങ്ങളെയും എന്തൊരു സന്തോഷമാണ് കുട്ടികളേത്. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാവുമ്പോൾ കുറേ കാലമായിട്ട് നമ്മളങ്ങനെ ചിരിക്കാറൊന്നുമില്ലല്ലോ വീട്ടിൽ ഓരോ പ്രാരംഭങ്ങളുടെ ഇടയ്ക്ക്. ഇന്ന് ചിരി വന്നിട്ട് അത് കൂടില്ല. എല്ലാ കുട്ടികളും ഇങ്ങനെ വന്നിട്ടേ പിന്നെ കുട്ടികളെ അത്ര കാര്യമായിട്ട് ഈ ചങ്ങാതിക്കൂട്ടത്തിലേക്ക് ക്ഷണിച്ചു. അന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞു വേണം എന്തായാലും വരും ഉറപ്പാണ്. ഇന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തൃശ്ശൂർ പോണ്ടി വന്നു. പക്ഷെ ഇപ്പോൾ അവിടുന്ന് തന്നെ ഇതിനായിട്ട് വന്നത് തന്നെയാണത്. എന്തായാലും കുട്ടികളെ എല്ലാവർക്കും നിങ്ങളൊക്കെ കാണാൻ വേണ്ടി പ്രത്യേകം എന്തായാലും വന്നേ തീരൂ. ഞാൻ ഡ്രൈവറെയൊക്കെ വിളിച്ച് പോരുന്നെ ചെയ്തോടുന്ന്. പിന്നെ ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഒന്നുകൂടി പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേക ഒരു കയ്യടി നിങ്ങൾ പ്രത്യേകം കൊടുക്കണം. നന്നായി കയ്യടി കൊടുക്കും അവർക്ക്. അവരത്ര അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും വളരെ സന്തോഷമായി കുട്ടികളെ. നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ആരോഗ്യ സൗഖ്യം നേരുന്നു. ഇനി ഒരു കാര്യം കൂടി, ഞങ്ങളുടെ പറളി സ്കൂൾ കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീച്ചേഴ്സ് ശരിക്കും ഞങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരെയൊക്കെ കാണാമെന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ കുട്ടികളെ. അതും നിങ്ങൾ ഈ ക്ഷണിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കതും സാധ്യമായത്. എന്തായാലും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ആരോഗ്യ സൗഖ്യമൊക്കെ നേരുന്നു. നന്നായി വരട്ടെ എല്ലാവരും. ടീച്ചർക്ക് മൊമെന്റോ കൈമാറുന്നത് ബിന്ദു കൃഷ്ണ. ഒന്ന് കൈയടിക്കൂ. പുലരി ടീച്ചറെ അടുത്തതായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സംസ്കൃതം ടീച്ചർ എന്നാണ് പലരും പറയുക. പുലരി ടീച്ചർ എന്നുള്ളതിനേക്കാളും ഫിസിക്സ് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ എന്നൊക്കെ പറയണ പോലെ, കെമിസ്ട്രി മാഷ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാനും ഒരു സംസ്കൃതം ടീച്ചറായിട്ടാണ്. എല്ലാവരും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഓരോ കുട്ടികളും എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയേണ്ട, അതിൻ്റെ ഒരു ആസ്വാദ്യത അത് കുറേ അധികമാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ വളരെ വലിയ നിലയിൽ എല്ലാ കുട്ടികളും നമ്മളെല്ലാവരും ഒന്നാണ്. ഞാൻ പ്രത്യേകിച്ച് സംസ്കൃതം കുട്ടികളെയൊന്നും പറയണില്ല. പഠിപ്പിച്ച കുട്ടികൾ വല്ല നല്ല നിലയിലെത്തിയെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം
അതും വളരെയധികമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശ്രീകുമാറിനെ എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. എൻ്റെ സ്റ്റുഡൻ്റ് തന്നെയാണ്. കുറച്ച് എന്താ പറയുക, അഹങ്കാരത്തോടു കൂടി അല്ലെങ്കിൽ സ്വാർത്ഥതയോടു കൂടി പറയുകയാണ്. ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. അതിൻ്റെ ആ എല്ലാ ഗുണങ്ങളും അതിൽ കാണുന്നുണ്ട്. എനിക്ക് അത്രയും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു അവാർഡൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടായത്. അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന നല്ല നല്ല വശങ്ങളിൽ നിന്നും അവർ നേടിയെടുക്കുന്നതാണ്. അതൊക്കെ വലിയൊരു സന്തോഷമാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, അവനവൻ്റെ ആരോഗ്യം നോക്കുക, സുഖമായിട്ട് ജീവിക്കുക. എല്ലാവരും ഇവിടെ വന്നവർ ഒരുവിധം എല്ലാവരും നല്ല നിലയിലാണ് കഴിയണമെന്ന് ആണ് തോന്നണത്. ഇനി എന്തുണ്ടെങ്കിലും സുഖം ദുഃഖമൊക്കെ ആണെങ്കിലും എന്തായാലും നമ്മളത് അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ കുറേ സുഖം ഉണ്ടാവും, കുറേ ദുഃഖം ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ കുറച്ച് സുഖം ഉണ്ടാവും. അതൊക്കെ നമ്മളെ എല്ലാത്തിനെയും ഫേസ് ചെയ്യുക, അതിനുള്ള ശക്തി നമുക്ക് ഉണ്ടാക്കട്ടെ. ദൈവം ഈശ്വരൻ തരട്ടെ. എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ എല്ലാ എന്താ പറയേണ്ട ആശംസകളും. പിന്നെ നിങ്ങളെ ഇങ്ങനൊരു വേദി ഒരുക്കി തന്നത്, എല്ലാവരെയും കാണാനുള്ള, നിങ്ങളെയൊക്കെ കാണാൻ ഇങ്ങനെയാണ് ഞങ്ങൾക്കൊരു അവസരം കിട്ടുള്ളൂ. പലരും നമ്മുടെ അടുത്ത് വന്നിട്ട് ടീച്ചർ ഞാൻ പഠിപ്പിച്ചതാണ്, ടീച്ചർ പഠിപ്പിച്ചാണ് പറഞ്ഞ് വരും. നമുക്ക് നിങ്ങളെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർ വന്ന് രത്നലി ടീച്ചർ പറഞ്ഞ പോലെ ഏത് ക്ലാസ്സിലാണ് പഠിച്ചത്, വീട് എവിടെയാണ്, ഏത് ബെഞ്ചിലായിരുന്നായിരുന്നേ, ചിലപ്പോൾ അതൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. എൻ്റെ ക്ലാസ്സിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ബെഞ്ച് പോലും ഓർമ്മയുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരെ നമ്മളങ്ങനെ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പഠിപ്പിച്ച കുട്ടികളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും 8, 9, 10 കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തന്നെ പഠിച്ചു പോണവരാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പുലരി ടീച്ചർക്ക് സമ്മാനം കൈമാറുന്നത് മുഖ്യാതിഥി ബിന്ദു കൃഷ്ണ. അടുത്തതായിട്ട് കൃഷ്ണകുമാരി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്താ പറയേണ്ടതെന്നറിയില്ല. ഏതായാലും എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഈ പരിപാടിയുടെ പേര് വളരെ അർത്ഥവത്താണ്. ചങ്ങാതിമാരെല്ലാവരും കൂടെ കൂടിയ ഒരു കൂട്ടം. ഈ ചങ്ങാതി കൂട്ടം ഇത്രയും വിജയകരമാക്കി പ്രവർത്തിപ്പിച്ചതിൽ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏറെ സന്തോഷം ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം. ഞങ്ങളുടെ ചങ്ങാതികൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ഒരുമിച്ചിങ്ങനെ കണ്ടതിൽ എത്ര സന്തോഷം എന്ന് പറയാൻ അതിന് വാക്കുകളൊന്നുമില്ല. അത് വാഗതീതമാണ്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്മകളും സർവ്വ ഐശ്വര്യവും ആയുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ. അടുത്തതായിട്ട് കമലാദേവി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അനുമോദിക്കുന്നത് മുഖ്യാതിഥി ബിന്ദു കൃഷ്ണ. കൃഷ്ണകുമാരി ടീച്ചർക്ക് ഒരു കൈയടി കൊടുത്തേ. അടുത്തതായിട്ട് കമലാദേവി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. ആരെങ്കിലും ടീച്ചർമാർക്ക് പോകണം എന്നുണ്ടെങ്കിൽ ദയവായി ഭക്ഷണം കഴിച്ചിട്ട് പോകണം. കാരണം വന്നു, ഞങ്ങളെ കണ്ടു, സംസാരിച്ചു, എല്ലാത്തിലും സന്തോഷം. ഭക്ഷണവും കൂടെ കഴിച്ചിട്ട് വേണം പോവാൻ. ഫുഡ് കഴിച്ചിട്ടേ പോകാവൂ. രാജീവൊക്കെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടീച്ചർമാർ മാത്രം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വിശപ്പിൻ്റെ അസുഖമുള്ള കുട്ടികൾ അവിടെ കാത്തിരിക്കൂ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ എല്ലാവരെയും കണ്ടതിൽ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഇതേവരെ കിട്ടാത്ത ഒരു സന്തോഷമാണ് നിങ്ങളെ എല്ലാവരെയും കണ്ടത്. ഈ സമ്മേളനത്തിൽ എനിക്ക് സംസാരിക്കാൻ അവസരം തന്നതും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം. അതിൽ എന്നെ ക്ഷണിക്കാൻ മറക്കരുത്. അതും കൂടി ഞാൻ പ്രത്യേകം പറയണം. അത്രയ്ക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും എൻ്റേത്. കമലാദേവി ടീച്ചർ, എനിക്ക് 2 ആൺകുട്ടികൾ, ഒരാൾ ബോംബെയിൽ, ഒരാൾ സപ്ലൈകോയിൽ വർക്ക് ചെയ്യുന്നു. 2 പേർക്കും ഓരോ കുട്ടികൾ സുഖമായി ഇരിക്കുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്ക് ഇല്ല ഇപ്പോൾ, ദൈവം സഹായിച്ചിട്ട്. അതേപോലെ എല്ലാവർക്കും നന്മയും സൗഖ്യവും ദൈവം വരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ശശികല ടീച്ചർ
കമലാദേവി ടീച്ചർക്ക് മൊമെന്റോ കൈമാറുന്നത് ബിന്ദു കൃഷ്ണ. കൈയടി കൊടുക്കൂ. അടുത്തതായിട്ട് ശശികല ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ടീച്ചർ പഠിപ്പിച്ചവരെ ഇവിടെ കുറേ കാലവും കൊടുത്ത പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ ബാച്ചിൽ കുറേ പേര് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. കാരണം ഞാൻ UP സെക്ഷനിലെ ടീച്ചർ ആയതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ കുറേ പേര് മുഖം പരിചയമില്ലാത്ത പോലെ ഉണ്ട്. മറ്റു സ്കൂളുകളിൽ നിന്ന് വന്ന് 8ാം ക്ലാസ്സിൽ വന്ന് ചേർന്ന കുട്ടികളെയൊന്നും UPയിലെ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ വന്ന് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടി നിങ്ങളുടെ ചങ്ങാതിക്കൂട്ടം നിങ്ങൾ ഒന്നിച്ച് കാണാനുള്ള അവസരം ഉണ്ടായതുപോലെ ഞങ്ങൾ കൂട്ടുകാരൊന്നിച്ച് കാണാനുള്ള അവസരം കൂടി നിങ്ങൾ ഉണ്ടാക്കിയതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ആരോഗ്യം സമ്പത്ത് സന്തോഷം എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ടീച്ചർക്ക് മൊമെന്റോ കൈമാറുന്നത് ബിന്ദു കൃഷ്ണ. അടുത്തതായിട്ട് രാമകൃഷ്ണ മാഷെ ക്ഷണിക്കുന്നു. കുറേ പേരൊന്നും ഇതിലിപ്പോൾ എന്നെ അറിയപ്പെടാത്ത ആൾക്കാരാണ്. ഞാൻ രാമകൃഷ്ണൻ മാഷാണ്. പക്ഷേ 10H ഏതൊരു ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 10G അത്രയേ ഉള്ളൂ. അപ്പോൾ ക്ഷണിക്കാൻ വന്ന ജയന്തിയുടെ ക്ഷണം അത്ര വാത്സല്യപൂർവ്വമായിരുന്നത് കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ടാണ് ഞാനിവിടെ ഇന്ന് വന്നു ചേർന്നിട്ടുള്ളത്. ജയന്തി ക്ഷണിക്കാൻ വളരെ പ്രാപ്ത ആണ് എന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. പിന്നെ 25 കൊല്ലം കഴിഞ്ഞ് ഇവിടെ കയറി വരുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ വലിയൊരു മാറ്റം. ഞാൻ ഗേറ്റ് കടന്ന് നോക്കിയപ്പോൾ ഇവിടുന്ന് റിസോർട്ടോ അതുപോലെ ബാർ ഹോട്ടലൊക്കെ ഞാൻ വിചാരിച്ചു ആദ്യം കണ്ടപ്പോൾ. ഭയങ്കര മാറ്റം. ഉള്ളിലേക്ക് മാറ്റമില്ല, ബാക്കിലേക്കും ഉണ്ട് ഫ്രണ്ടിലേക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് മനോജ് മാഷാണ് ഒരു കാരണക്കാരൻ. അദ്ദേഹം അടുത്ത് തന്നെ റിട്ടയർ ചെയ്യുന്ന പറഞ്ഞത്. അദ്ദേഹത്തിനും സിദ്ദിഖ് മാഷെ പോലെ ഒരു അവാർഡ് സംഘടിപ്പിച്ചു കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെയൊക്കെ സഹായം വേണം. ഒരു കൊല്ലത്തെ ബാച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 500 പിള്ളേരോളം ഉണ്ടാവും. അതിൽ കുറച്ച് ഒരു 100 പേരോളം 100-125 പേരെ ഇവിടെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർ പല കാരണങ്ങളുണ്ടാവും, അവർക്ക് വിഷമങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെ വിഷമങ്ങളുള്ളവരൊക്കെ കണ്ടെടുത്തി നിങ്ങൾ അവരെയൊക്കെ സാമ്പത്തികമായോ എങ്ങനെ സഹായിക്കേണ്ട ഒരു കടമ കൂടി നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഞാനും വേണമെങ്കിൽ എന്തെങ്കിലും സഹായം ചെറിയ തോതിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഈ ഉപഹാരവും അതുപോലെ ഈ സ്നേഹോജ്വലമായ നിങ്ങളുടെ ഇതിന് എന്നെ ക്ഷണിച്ചതിനും വളരെയധികം നന്ദിയുണ്ട്. ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകിച്ചും ആബിദലിയാണ് എന്നെ വീട്ടിൽ വന്ന് ക്ഷണിച്ചത്. ആബിദലിയോട് കൂടിയിട്ട്. ആബിദലി എന്ന് പറയുന്ന ആൾ ക്ലാസ്സിൽ വരില്ല പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഞാനും ആ കാലഘട്ടത്തിൽ കുറേ ഒന്നും സ്കൂളിൽ വന്നിരുന്നില്ല. ഇടയ്ക്കൊക്കെ ആബിദലി പറയും പോലെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുന്ന ആളായിരുന്നു. എങ്കിലും നിങ്ങൾ എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മാഷക്ക് മൊമെന്റോ കൈമാറുന്നത് ബിന്ദു കൃഷ്ണ. അടുത്തതായിട്ട് ശങ്കരനാരായണൻ മാഷ്. എല്ലാവർക്കും നമസ്കാരം. കുറേ കുട്ടികൾ പോയി കഴിഞ്ഞു, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കണു. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരാം. ചെറിയൊരു കാര്യമുണ്ട്. എല്ലാവരും വരൂ. മാഷ് വിളിക്കുന്നു. ശങ്കരനാരായണൻ മാഷ് വിളിക്കുന്നു. പിന്നെ കുറച്ച് നേരം ഒന്ന് നിശബ്ദമായിരിക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു കാര്യമുണ്ട് ഇവിടെ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവരും ഒത്തുകൂടി എല്ലാവരും ഒന്ന് കാണാൻ സാധിച്ചു. കൂടെയുള്ള അധ്യാപകർ വർക്ക് ചെയ്ത അവരെ ഒന്ന് എല്ലാവരും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇതൊക്കെ സാധിക്കുള്ളൂ. എല്ലാവരും വീട്ടിൽ പോയി കാണലൊക്കെ വളരെ കുറവായിരിക്കണം ഇപ്പോൾ. അപ്പോൾ അതിനൊരു പ്രത്യേക നന്ദി. പിന്നെ അതുപോലെ കുട്ടികൾക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. 40 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പലരെയും ചിലരൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. തിരിച്ചിങ്ങോട്ട് എന്നോട് പറഞ്ഞു. വളരെ സന്തോഷം. എനിക്ക് ഒരു 1-2 നിർദ്ദേശങ്ങൾ ഓർമ്മ വന്നപ്പോൾ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് അധ്യാപകരെ ഒഴിച്ച് കുട്ടികളെ
പരിചയപ്പെടുത്തുമ്പോൾ ഇനി ഒരു എളുപ്പമാർഗം പറയണം. എനിക്ക് തോന്നിയതാണ്. ഇപ്പം എന്തായാലും മുമ്പത്തെ ഒരു കൂട്ടം പോലെ അല്ല. ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ സ്ക്രീനൊക്കെ ഉണ്ട്. ഓരോരുത്തരും ആദ്യമേ ഇതെടുത്തിട്ട് അവരിവിടെ വന്ന് നിൽക്കുക. ഇത് പെട്ടെന്ന് ആ നിശ്ചിത സമയം കൊണ്ട് അത് കഴിക്കാൻ പറ്റും. എല്ലാവർക്കും കുറച്ചും കൂടി എളുപ്പമാവുമെന്ന് എനിക്ക് തോന്നുന്നു. പലരും ഈ പറയുന്ന സമയത്ത് മറന്നുപോകും. മറ്റത് അതൊന്നുമില്ലല്ലോ. നേരത്തെ നമ്മൾ റെക്കോർഡാക്കി വെച്ചാൽ ഇതെപ്പോൾ ഉള്ളത് എടുത്താലും മതി. അതിൽ മാറ്റമുള്ളത് മാത്രമല്ലേ പിന്നെ മാറ്റേണ്ടി വരുള്ളൂ. ഓ നമസ്കാരം. ഞാനിപ്പോൾ കുറേ എന്തൊക്കെയോ പറയണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഞാൻ ഒരു പാട്ട് പാടാൻ ഉദ്ദേശിക്കേണ്ട എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. അപ്പം അതിൻ്റെ ചിന്തയിൽ ചിലതൊക്കെ മറന്നുപോയി. എന്തായാലും ആദ്യം അതാണ്ട് കഴിച്ചളയാ തോന്നുന്നു. ഇപ്പോൾ നിശബ്ദമല്ലേ? അങ്ങനെ ഇതായാലും എനിക്ക് പാടാൻ പറ്റുമോ? അതുകൊണ്ടാണ്. ത്രിപുര സുന്ദരി ദർശനലഹരി ത്രിഭുവന സൗന്ദര്യലഹരി ലഹരി സൗന്ദര്യലഹരി ത്രിപുര സുന്ദരി ദർശനലഹരി ത്രിഭുവന സൗന്ദര്യലഹരി ലഹരി സൗന്ദര്യലഹരി ആദികാരണകാരിണി അദ്വൈത മന്ത്രവിഹാരിണി ആനന്ദനന്ദനവാസിനി അംബികേ ജഗദംബികേ ത്രിപുര സുന്ദരി ദർശനലഹരി ത്രിഭുവന സൗന്ദര്യലഹരി ലഹരി സൗന്ദര്യലഹരി മാനസ സാരസ മധ്യവിലാസിനി വാണിമണി വരവർണിനി മാനസ സാരസ മധ്യവിലാസിനി വാണിമണി വരവർണിനി ജ്ഞാനക്ഷീരാർണവ നവമോഹിനി ജ്ഞാനക്ഷീരാർണവ നവമോഹിനി വീണ പുസ്തകധാരിണി മണിവീണ പുസ്തകധാരിണി ത്രിപുര സുന്ദരി കമലകാന്ത വിനോദിനി കരുണാശാലിനി വിഷ്ണുവിമോഹിനി അണ്ഡചരാചര ജനനി വൈകുണ്ഠ നിവാസിനി ശ്രീരമണി ത്രിപുര സുന്ദരി ത്രിപുരാന്തക വരസുന്ദരി ഹിമഗിരി നന്ദിനി ഗൗരി മനോഹരി ത്രിപുരാന്തക വരസുന്ദരി ഹിമഗിരി നന്ദിനി ഗൗരി മനോഹരി ശാദോദരി മാഹേശ്വരി ശങ്കരി ഓംകാര സ്വരൂപിണി ഓംകാര സ്വരൂപിണി ത്രിപുര സുന്ദരി വിശ്വേശ്വരി നിൻ കനകകളെ പരദർശനമേ പരമാനന്ദം നൃത്യതി നൃത്തതി മാമതമസ്യ മയൂരം തിരുമുമ്പിൽ ആനന്ദം പരമാനന്ദം ആനന്ദം പരമാനന്ദം ആനന്ദം പരമാനന്ദം ആനന്ദം സച്ചിദാനന്ദം ആനന്ദം പരമാനന്ദം ആനന്ദം സച്ചിദാനന്ദം. അല്ല എന്താ അറിയേ, നേരത്തെ കണക്കും ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ പാട്ട് പഠിപ്പിക്കുമ്പോൾ ഒരു ദേഷ്യം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഒന്നുകൂടി പറയണു. ഈ സ്വീകരണത്തിന് എല്ലാവരോടും നന്ദി പറയുന്നു. മൊമെന്റോ കൈമാറുന്നത് ബിന്ദു കൃഷ്ണ. എടാ
ഇത്തരത്തിലുള്ള പരിപാടികളിൽ വളരെ ആവേശത്തോടെ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് എൻ്റെ ഗുരുനാഥന്മാരെ നേരിട്ട് കാണാം എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കഴിഞ്ഞ ആഴ്ച വന്നു, പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്, ഒരു കല്യാണത്തിന് പങ്കെടുക്കേണ്ടതുകൊണ്ട്. അത് കാരണം എനിക്ക് സാറുമാരെ ആരെയും കാണാൻ പറ്റിയില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളിൽ നേരത്തെ രാമകൃഷ്ണ മാഷും അതുപോലെ തന്നെ ഉഷ ടീച്ചറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള കൂട്ടായ്മ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവണം. സ്ഥാപനത്തിനും അതെ, അതുപോലെ തന്നെ നിങ്ങളുടെ സഹപാഠികൾക്കും അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ഈ ചങ്ങാതിക്കൂട്ടം പോലുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. എന്തായാലും സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ ഭംഗിയായിട്ട് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തനായിട്ടുള്ള ജഗദീശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ആദരണീയായ എൻ്റെ ഗുരുജനങ്ങൾക്ക് അനന്തകോടി നമസ്കാരം. സാർക്ക് മൊമെന്റോ കൈമാറുന്നത് ബിന്ദു കൃഷ്ണ. എനിക്ക് ഹൈസ്കൂളിൽ നിന്ന് ഒരൊറ്റ അടിയെ കിട്ടിയിട്ടുള്ളൂ, സാറുടെ കയ്യിൽ നിന്നാണ്. സതീശൻ മാഷ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. സന്തോഷം. സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ. എല്ലാ കുട്ടികൾക്കും ആശംസകൾ. നിങ്ങൾ ഒരു 3 മണിക്കൂർ ഇരുന്ന് വർത്തമാനം പറയണം കുട്ടികൾ, അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. താങ്ക് യു മാഷേ. മാഷക്ക് മൊമെന്റോ കൈമാറുന്നത് ബിന്ദു കൃഷ്ണ. അടുത്ത കിഷൻ മാഷ ക്ഷണിക്കുന്നു. മാഷെ, കിഷൻ മാഷ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഖം, സന്തോഷം, സുഖമായിട്ട് പോണു എല്ലാവർക്കും. സാർക്ക് മൊമെന്റോ കൈമാറുന്നത് ബിന്ദു കൃഷ്ണ. ഭാവന ടീച്ചറെ വിളിക്കട്ടെ. അടുത്തതായിട്ട് രേണുക ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ ഈ കൂടിച്ചേരൽ വളരെ ആസ്വാദ്യകരം. പ്രത്യേകം പറയാതെ വയ്യ, സജുരാജി എന്ന ആങ്കർ ഏറ്റവും നല്ല റോളിൽ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. വളരെയധികം കൺഗ്രാജുലേഷൻസ്. പിന്നെ ശ്രീകുമാറിനെ പറയാതെ വയ്യ, പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പഠിച്ച് സംസ്ഥാനത്തിലെ മികച്ച ഏറ്റവും മിടുക്കനായ കുട്ടി പറഞ്ഞാൽ നാഷണൽ ലെവലിലേക്ക് എത്തിക്കുന്ന ഏക അംഗീകാരം നേടിയ കുട്ടി പറളി സ്കൂളിൽ നിന്നും. പറയാൻ പറ്റാത്തത്ര വാക്കുകൾക്ക് അതീതമായ അനുഗ്രഹങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് കുട്ടികളെ പറളിയിൽ നിന്നും പഠിച്ച് ലോകോത്തര നിലവാരം എത്തിച്ചേർന്നിട്ടുള്ളതിൽ വളരെ സന്തോഷം. വിദേശത്തു നിന്നൊക്കെ എത്തിയവരെ കാണുമ്പോൾ വളരെ സന്തോഷം. ഈ സ്വദേശത്തും ഗവൺമെൻറ് ജോലിയിലും ഒരുപാട് പേര് നമ്മുടെ പറളിയിൽ നിന്നും പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളായിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷം. ഞാൻ എൻ്റെ അനുഭവം കൂടി പറയാം. ഞാനും 8, 9, 10 ക്ലാസ്സുകളിൽ പറളി സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാണ്. അവിടെ നിന്നും പഠിച്ച് പറളിയിൽ എന്നെ ജോലി നേടാൻ കഴിഞ്ഞു. എന്നെ കൊണ്ട് പറ്റുന്ന സ്ഥാപനത്തേക്ക് ചെയ്യാറുണ്ട്. 29 വർഷം പൂർത്തിയാക്കി. ഈ ഗുരുക്കന്മാരെല്ലാം എൻ്റെയും ഗുരുക്കന്മാരനെയാണ്. നിങ്ങളെപ്പോലെ അവരെ ഞാനും സ്നേഹിക്കുന്നു. നമുക്ക് ജീവിത വിജയത്തിൽ അവർ തന്ന മാർഗദർശനങ്ങൾ നമ്മളത് ഏറ്റവും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും പീക്ക് അവേഴ്സ് ആയിരിക്കും അല്ലേ, ജോലിയുടെ ആ വയസ്സ്, നിങ്ങൾ ഏറ്റവും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഇനിയും നിങ്ങൾക്ക് റിലാക്സേഷൻ സമയം ആവുന്നതേ ഉള്ളൂ. എങ്കിലും എൻജോയ് ചെയ്ത് ടെൻഷനുകൾ മാറ്റിവെച്ച് ആ ജോലി ഏറ്റെടുക്കൂ. ആയുരാരോഗ്യ സൗഖ്യം ദൈവം തരട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ടീച്ചർക്ക് മൊമെന്റോ കൈമാറുന്നത് ബിന്ദു കൃഷ്ണ. ദയവ് ചെയ്ത കുട്ടികളൊന്ന് സ്റ്റേജിലേക്ക് വരുമോ? ആ ക്ലാസ്സുകളിൽ ഇരിക്കുന്ന കുട്ടികൾ അസംബ്ലി ഹാളിലേക്ക് വരിക. അടുത്തായിട്ട് ഭാവന ടീച്ചറെ ക്ഷണിക്കുന്നു. ഒറ്റ സെക്കൻഡ്. എല്ലാവർക്കും നമസ്കാരം. കുട്ടികളൊക്കെ കുട്ടികളുടെ സ്വഭാവം കാണിക്കുന്നുണ്ട്. കുറേ നിലവിളിക്കുന്നുണ്ട് ആങ്കർ. കുട്ടികളാരും ഇല്ല. അവസാനമായപ്പോൾ ഹാള് കാലിയായി. അപ്പോൾ അതൊരു വിഷമാവുന്നുണ്ട് കേട്ടോ. കുട്ടികൾ പറഞ്ഞ അനുസരിക്കണം. വേഗം ഹാള് നിറഞ്ഞിരിക്കണം.
ഞാനിവിടെ യു പിയിലായിരുന്നു ഈ 1999-2000 വർക്ക് ചെയ്തിരുന്നു. കുറച്ച് ലീവ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് മുരളി മാഷിൻ്റെയും ഗീത ടീച്ചറുടെയും പകരമായിരുന്നു ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത കണക്കും ഇംഗ്ലീഷും എന്ന് പറഞ്ഞു. അതിൽ ഇംഗ്ലീഷാണ് ഞാൻ എടുത്തിരുന്നത്. എന്നെ കാണാൻ വന്നപ്പോഴും കുട്ടികൾ പറഞ്ഞു ഇംഗ്ലീഷാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇപ്പോഴും വീക്കായിട്ടുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിക്കാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വലിയൊരു സംഘമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരുപാട് സന്തോഷം. കുട്ടികളെ പലരെയും കണ്ടില്ല, കുറച്ച് പേരെ മുന്നോട്ട് വന്നുള്ളൂ, സംസാരിച്ചുള്ളൂ. എന്നാലും കുറേ കുട്ടികളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനൊരു സംഗമം നടത്തിയതിൻ്റെ പിന്നിൽ എഫേർട്ട് എടുത്ത എല്ലാവർക്കും അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണു. ഞാൻ കഴിഞ്ഞ വർഷമാണ് റിട്ടയർ ചെയ്തത്. എന്നോടൊപ്പം റിട്ടയർ ചെയ്ത 5 അധ്യാപകരുണ്ട്. അവർ ആ 5 പേരെ ഞങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തിട്ടൊന്ന് കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് വാട്സാപ്പും ഫോണും എല്ലാം ഉണ്ടെങ്കിലും 5 പേരെ ഒരുമിച്ച് കൂടണമെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ ഇത്രയും ആളുകളെ ഒരുമിച്ച് ഇങ്ങനെ ഒരു ഡേ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. ഒരുപാട് മാസങ്ങളായിട്ടുണ്ടാവും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിനും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. എല്ലാവർക്കും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ, ഞങ്ങളുടെ കുട്ടികൾ ഇനിയും ഉയരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടീച്ചർക്ക് മൊമെന്റോ കൈമാറുന്നത് ബിന്ദു കൃഷ്ണ. അടുത്തതായിട്ട് മനോജ് മാഷ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇല്ല മനോജ് മാഷ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മനോജ് മാഷ ഒന്ന് കൈയടിച്ച് എല്ലാവരും.